കേന്ദ്രം പ്രഖ്യാപിച്ച ഇടക്കാല ബജറ്റിനെ തുടർന്ന് സംസ്ഥാന ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി ബാലഗോപാൽ. കേന്ദ്രം പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ പേരും രൂപവും മാറ്റി സ്വന്തം പദ്ധതിയായി ഇറക്കുന്ന പതിവ് ഇത്തവണയും തെറ്റിച്ചിട്ടില്ല. 1 കോടി വീടുകളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിച്ച് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തി ഉണ്ടാക്കുമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതിന് KSEBിക്ക് നൽകേണ്ട തീരുവ വർദ്ധിപ്പിച്ച് കേരള സർക്കാർ തനി സ്വഭാവം കാണിച്ചു. അതായത് സ്വന്തമായി ഒരു 3 കിലോവാട്ട് പാനൽ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ KSEBിക്ക് നൽകേണ്ടത് 55 രൂപയോളം. അടുത്ത 5 വർഷക്കാലം ആവാസ് യോജനയിലൂടെ 2 കോടി വീടുകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ 2025 മാർച്ച് 31-നകം 5 ലക്ഷം വീടുകൾ ലൈഫ് പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുമെന്നാണ് ബാലഗോപാൽ പറയുന്നത്. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുമെന്നും നിലവിലുള്ളവ മെച്ചപ്പെടുത്തുമെന്നും കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാനവും അതേ വഴിക്ക് തന്നെ. എന്നാൽ അതിനായി ജനങ്ങളോട് പണം ഇരന്നു വാങ്ങുമെന്നൊരു പ്രത്യേകതയാണ് കേരള ബജറ്റിൽ കൂടുതലായി ഉള്ളത്. ടൂറിസം മേഖലയെ വികസിപ്പിക്കുന്നതിന് പലിശരഹിത വായ്പയും പ്രത്യേക ശ്രദ്ധയും നൽകുമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടല്ലോ എന്ന് ധനമന്ത്രിക്ക് ബോധോദയം ഉണ്ടായിട്ടുണ്ട്.